ഈയിടെയായിട്ട് ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ പലർക്കും മോട്ടിവേഷനായിട്ടൊക്കെ തോന്നാറുണ്ടെന്ന്. അങ്ങനെ മോട്ടിവേഷന് വേണ്ടി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകും. കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പൈസ ഉണ്ടെങ്കിലേ ഈ ലോകത്ത് നമുക്ക് വിലയുള്ളൂ എന്ന്. അതിനെ ശരിവെച്ചുകൊണ്ട് എനിക്ക് വന്നിട്ടുള്ള കമൻസിന് കയ്യും കണക്കുമില്ല കേട്ടോ. അതിലെല്ലാ കമൻസും ശരിയാണ് എന്നുള്ള രീതിയിലായിരുന്നു. സത്യം തന്നെയാണ്, പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തൊരു വിലയുള്ളൂ. അപ്പം ഞാൻ കരുതിയത് എൻ്റെ കാര്യത്തിൽ മാത്രമാണ് അങ്ങനെയെന്നാണ്. പക്ഷേ എല്ലാവരുടെ കാര്യത്തിലും അത് തന്നെയാണെന്ന് പിന്നീട് മനസ്സിലാക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ നമുക്ക് കാശ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കഷ്ടപ്പെടണം. ഈ ലോകത്ത് നമുക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ വിചാരിച്ചാൽ നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. എനിക്ക് ഇന്ന് ഇത്രയൊക്കെ ആവാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സത്യമായിട്ട് പറയുകയാണ്, നിങ്ങൾക്കും വിചാരിച്ചാൽ നേടാൻ പറ്റാവുന്നതേ ഉള്ളൂ. എനിക്ക് പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേ അച്ഛനും അമ്മയും ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ കഴിഞ്ഞിരുന്നു. പിന്നെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നെ എപ്പോഴും ഒരു സുപ്രഭാതത്തിലാണ് ഞാൻ എൻ്റേതായ രീതിയിൽ വന്നതും ഡിപ്പെൻഡൻ്റ് ആയതും. മീൻസ് ഞാൻ വേദയുടെ ഏജ് ഉള്ളപ്പോൾ, ശരിക്കും പറഞ്ഞാൽ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ ഫീൽഡ് വരുന്നത്. അപ്പോഴേ ഞാൻ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയി എന്നെനിക്ക് ഫീൽ ചെയ്തത് ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങി എനിക്ക് ആരൊക്കെയോ കൂടുതൽ പേര് എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോന്നൽ. ഫാമിലി ഓഫ് കോഴ്സ് ഉണ്ട്, പക്ഷെ അതിലുപരി അതിനെക്കാട്ടി എത്രയോ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ് കേട്ടോ. അത് ഉറപ്പായിട്ടും എനിക്ക് ഈ യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങി ഇവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിലും ഉറപ്പായിട്ടും ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതും. പിന്നെ ഫാമിലിയുടെ സപ്പോർട്ടും അതിൽ 90% എൻ്റെ പരിശ്രമം കേട്ടോ. അപ്പം നമ്മൾ ആരെന്ത് വിചാരിച്ചാലും ഉറപ്പായിട്ടും നടക്കും. നമ്മൾ അതിന് വേണ്ടി മാക്സിമം പരിശ്രമിക്കുക. ഒരു നാൾ അതിനുള്ളൊരു റിസൾട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും.